കോപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ വയബിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വേരിയസ് സ്റ്റേജായിട്ട് 4 പ്രിൻസിപ്പിൾസാണ് വരുന്നത്. ഒന്നാമത്തെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ കാർവി കമ്മിറ്റി, നാലാമത്തെ റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾ. അതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ബീയിങ് ചെയ്യുന്നത് 1760-ലാണ്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് എക്സ്പെക്ട്സുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വന്നിട്ട് ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കണം. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കണം. സൊസൈറ്റിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെയാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. അതായത് ഡെമോക്രാറ്റിക്കലി ആയിട്ടായിരിക്കണം എലക്ട് ചെയ്യുന്നുണ്ടാവേണ്ടത്. അതായത് മാനേജ്മെൻറ്റിലുള്ള സൊസൈറ്റിയിലുള്ളവർക്ക് ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്ത് കൊടുക്കുക. ഡെമോക്രാറ്റിക് കൺട്രോളിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. മെമ്പേഴ്സിന് ബെറ്റർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒരു മോട്ടീവല്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടീവല്ല. അപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് വളരെയധികം ലിമിറ്റഡ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നാലാമത്തെ ആസ്പെക്റ്റാണ് പാട്രണേജ് ഡിവിഡൻഡ്. അതായത് മെമ്പേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓർഗനൈസേഷൻ്റെ ഡീലിങ്ങിൽ ബേസ് ചെയ്തിട്ടായിരിക്കും മെമ്പേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അഞ്ചാമത്തെ ആസ്പെക്റ്റാണ് ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്. അതായത് ബിസിനസ്സിൽ വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കില്ല, ക്യാഷ് ബേസിക്കിലായിരിക്കും എവരി സെയിൽസുകൾ നടക്കുന്നുണ്ടാവുക. അടുത്തത് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അതായത് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും അവർ റിലീജിയൻ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കൊടുക്കുന്നുണ്ടാവുക. അടുത്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിൾ. 1937-ലാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അതിൽ വരുന്ന ആസ്പെക്റ്റാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ് പ്രൈമറി ഓർ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. അതിൽ വരുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കണം. അതായത് എല്ലാവർക്കും ഓപ്പൺ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക്കലി ആയിരിക്കണം മാനേജ്മെൻറ്റിൽ എലക്ട് ചെയ്യുന്നുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. അതായത് പാട്രണേജ് ഡിവിഡൻഡ് ആയിരിക്കണം. അടുത്തത് സെക്കൻഡറി അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. അതിൽ മാർക്കറ്റ് റേറ്റ്, ക്യാഷ് സെയിൽസ് ആയിരിക്കണം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കരുത്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അതായത് ഓൾ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഈക്വലായിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത തേർഡ് സ്റ്റേജാണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ അല്ലെങ്കിൽ കാർവി കമ്മിറ്റി. 1966-ലാണ് അത് ഫോം ചെയ്യുന്നത്. അതിൽ വരുന്ന എസ്പെക്ട്സുകളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കണം. എല്ലാ പേഴ്സണും, അതായത് സൊസൈറ്റിയിൽ ഉള്ള മെമ്പേഴ്സിന് ആർക്കൊക്കെയാണോ അവൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളവർ ആ എല്ലാ പേഴ്സൺസിനും ഓപ്പൺ ആയിട്ടുള്ള മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം അക്സെപ്റ്റ് ചെയ്ത് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഏബിൾ ആയിട്ടുള്ള എല്ലാ പേഴ്സണും മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷനിൽ ഡെമോക്രാറ്റിക് ആയിട്ടായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വരുന്ന ഡേ ടു ഡേ അഫയേഴ്സുകൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് ദ കോപ്പറേറ്റീവ്സ് ആയിരിക്കും. അതായത് ലോക്കൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ വരുന്ന ഒരു അസോസിയേഷൻ ഈ റിവീൽ ചെയ്ത് കൊടുക്കുന്ന ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾ. ഫോർത്ത് സ്റ്റേജാണ്. അതിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കണം. അതായത് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കണം? മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് കാസ്റ്റ്, കളർ അല്ലെങ്കിൽ ക്രീഡ് ഇതിൻ്റെയൊന്നും ബേസിക് അല്ലാതെ എല്ലാവർക്കും ഓപ്പൺ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെമ്പർഷിപ്പ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മെമ്പേഴ്സിന് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് അവർക്ക് എന്തായിരിക്കണം, എല്ലാ മെമ്പേഴ്സിനും എക്കണോമിക് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ആയിരിക്കണം. കോപ്പറേഷൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, ഇൻഫോർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക.
അതായത് ഒരു കോപ്പറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കോപ്പറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാ മെത്തേഡ്സ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ് എന്ത് മെത്തേഡ്സുകൾ ട്രെയിനിങ് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള എഡ്യൂക്കേഷൻ എല്ലാം അവർക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് കോപ്പറേഷൻ എമംഗ് ദ കോപ്പറേറ്റീവ്സ് ആണ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലോക്കൽ ആൻഡ് നാഷണലൈസ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിന് ഒരു ക്ലോസ് കോണ്ടാക്റ്റ് അവർക്ക് കൊടുക്കുക. അടുത്തതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആയിട്ടും അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിൻ്റെയും സ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സുകൾ മൂവ് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിലുള്ളൂ. ഇതും ചെറിയ ചാപ്റ്ററാണ്.